തുളസി ദേവിക്ക് പ്രാധാന്യം നൽകി ആരാധിക്കുന്ന വിശിഷ്ടമായ ദിനങ്ങളിലൂടെയാണ് നാം കടന്നു പോകുന്നത്. തുളസി വിവാഹ പൂജ എന്നും ഈ ദിവസത്തെ വിശേഷിപ്പിക്കാറുണ്ട്. കാർത്തിക മാസത്തിലെ ദ്വാദശി മുതൽ പൗർണമി വരെയുള്ള 5 ദിവസങ്ങളിലായാണ് ഈ തുളസി വിവാഹ പൂജ നടത്താറുള്ളത്. ഇവിടെ പുഷ്പാഞ്ജലി സ്വാമിയാരുടെ നേതൃത്വത്തിൽ വില്ലമംഗലം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഭക്തർ ഒത്തുചേർന്ന് തുളസി ദേവിക്ക് പൂജകൾ അർപ്പിച്ച് താലി ചാർത്തുന്ന ചടങ്ങുകൾ വളരെ വിശിഷ്ടമായി തന്നെ നടന്നു. നിരവധി വിശ്വാസികളാണ് അതിൻ്റെ ഭാഗമായി എത്തുകയും തുളസി ദേവിക്ക് പ്രത്യേകമായി പുഷ്പങ്ങൾ അർപ്പിച്ച് ആരാധന നടത്തുകയും ചെയ്തത്. തുളസി മാതാവിനോടുള്ള ഭക്തി പ്രകടിപ്പിച്ച് നിരവധി വിശ്വാസികൾ ഈ ദിനങ്ങളിൽ ഈ ആചാരം അനുഷ്ഠിക്കുന്നു. പ്രഭാതത്തിൽ തുളസി പൂജ നടത്തുന്നത് സർവ്വ ഐശ്വര്യവും കൈവരുത്തും എന്നും വിശ്വാസം. കുളിച്ച് ദേഹശുദ്ധി വരുത്തി തുളസിക്ക് 3 പ്രദക്ഷിണം നടത്തുന്നതും വൈകുന്നേരങ്ങളിൽ തുളസിയുടെ ചുവട്ടിൽ വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുന്നതും എല്ലാം സർവ്വ ഐശ്വര്യം പ്രദാനം ചെയ്യും എന്ന വിശ്വാസവും നിലനിൽക്കുന്നു. തുളസി വിവാഹ പൂജ എന്ന വിശേഷണത്തെ സംബന്ധിച്ച് പറയുമ്പോൾ കാർത്തിക മാസത്തിലെ ദ്വാദശി മുതൽ തുളസി വിവാഹ പൂജയായി ആഘോഷിക്കുന്നു എന്നാണ്. വിഷ്ണുവിൻ്റെ അവതാരമായ കൃഷ്ണനും ലക്ഷ്മിയുടെ അവതാരമായ തുളസിയും വിവാഹിതരായ ദിവസമാണ് ഇത് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ക്ഷേത്രങ്ങളിൽ തുളസി തൈകൾ ദാനം ചെയ്യുന്നത് ഈ ദിവസത്തെ പ്രധാന ആചാരമാണ്. അത് ഭക്തരും ദൈവവും തമ്മിലുള്ള പവിത്രമായ ബന്ധം ശക്തിപ്പെടുത്തുന്നു എന്നാണ് വിശ്വാസം. ഈ ദിവസം തുളസി നടുന്നത് കുടുംബത്തിന് ഐശ്വര്യവും സമൃദ്ധിയും നൽകുമെന്നും വിശ്വസിക്കപ്പെടുന്നു. ഈ ദിവസം തുളസിയില നുള്ളാൻ പാടില്ല എന്നും ഭക്തർ വിശ്വസിച്ചു പോരുന്നു. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറു ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന നടുവിൽ മഠത്തിനുള്ളിലെ വില്ലമംഗലം ശ്രീകൃഷ്ണ ഭഗവാന്റെ മുന്നിലായി സദാ ഈ തുളസിത്തറ നിറഞ്ഞു നിൽക്കുന്നുണ്ടാവും. തുളസി ദേവി സങ്കല്പത്തിൽ എല്ലാ ഭക്തരും, ഇവിടെ എത്തുന്ന എല്ലാ ഭക്തരും തന്നെ തുളസി ദേവിയെ പ്രദക്ഷിണം ചെയ്ത് പ്രാർത്ഥിക്കുന്നതും കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ തുളസി പൂജയ്ക്ക് പുഷ്പാഞ്ജലി സ്വാമിയുടെ നേതൃത്വത്തിൽ തന്നെ വളരെ പ്രാധാന്യം നൽകി ഭക്തർ ഇവിടെ തുളസി പൂജ എല്ലാ വർഷവും ആഘോഷത്തോടെ കൊണ്ടാടുകയും ചെയ്യുന്നു. ശ്രീ പത്മനാഭന്റെ ആദ്യ ദർശനം നേടിയ വില്ലമംഗലം സ്വാമിയാർ സ്ഥാപിച്ചതാണ് ഈ മഠവും. അദ്ദേഹം ഏറെക്കാലം ജീവിച്ചിരുന്നൊരു ഭൂമിയുമാണ്. അദ്ദേഹം സമാധിയായ ആ പ്രദേശത്ത് കെട്ടിയുയർത്തിയ ശ്രീകോവിലിനുള്ളിൽ അദ്ദേഹം വച്ചാരാധിച്ചിരുന്ന ശ്രീകൃഷ്ണ ഭഗവാന്റെ വിഗ്രഹമാണ് ഇവിടെ എത്തുന്ന ഭക്തർക്ക് ദർശനവും